കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റെയിൻബോ ഫുഡ് കളർ ടെക്നിക്കാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. റെയിൻബോ ഫുഡ് കളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഏതൊരു ആഹാരത്തിനും ഒരു കളറുണ്ടല്ലോ, അത് റെയിൻബോ കളറായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റാണ് വേണ്ടത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സിലായാലും നമുക്ക് കോമൺ ആയിട്ടുള്ള കളേഴ്സ് അറിയാം. ഇപ്പോൾ ഓറഞ്ച് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പഴം കൊടുക്കുകയാണ്, ഇതാ പഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി കഴിച്ചൊന്നും വരില്ല. ഇന്നൊരു യെല്ലോ കളർ ഫ്രൂട്ടാണ് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കളറുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസ്, ഇന്ന് ഞാൻ മോൾക്കൊരു ഗ്രീൻ കളർ ഫ്രൂട്ടാണ്, ഗ്രീൻ കളർ വെജിറ്റബിൾ ആണ് തരാൻ പോകുന്നത്, ഏതാണെന്ന് ഗെസ് ചെയ്യാമോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഫുഡിനെ നമ്മൾ കളേഴ്സുമായിട്ട് കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ആരോഗ്യമുള്ള ഫുഡിനെ നമ്മൾ റെയിൻബോ കളേഴ്സ് എന്ന് തന്നെ പറയുന്നത്. ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ് റെയിൻബോ കളർ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കും. തീരെ കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് പോലും നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചോയ്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ചോയ്സസ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ചോയ്സസ് വേണം കൊടുക്കാൻ. 2 or 3 ചോയ്സസ് കൊടുക്കണം. എന്താണ് ചോയ്സസ്? കളേഴ്സിൻ്റെ ചോയ്സസ് ആണ് കൊടുക്കേണ്ടത്. ഇന്ന് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ, ഈ 3 കളേഴ്സാണ് ഇന്ന് അമ്മ ഉണ്ടാക്കി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേത് കളറാണ് മോൾക്ക് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും ഒരു ഓപ്ഷൻ പറയും, ഗ്രീൻ കളർ. ഓക്കെ, ഗ്രീൻ കളറിലെ ഈ വെജിറ്റബിൾ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് അതാണ് ഇന്ന് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ മോള് പറഞ്ഞതല്ലേ, ആ കുട്ടിക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും കുട്ടി അത് കഴിക്കും. ചോയ്സസ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കുട്ടി ചൂസ് ചെയ്തിരിക്കും. ഇതാണ് ആ ഒരു കഴിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇതാണ് റെയിൻബോ ഫുഡ് കളർ ടെക്നിക്ക് എന്ന് പറയുന്നത്. മണിക്കുട്ടിക്ക് ഏത് കളർ ഫ്രൂട്ടാണ് ഇഷ്ടം? യെല്ലോ. യെല്ലോയിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് അറിയാം? പൈനാപ്പിൾ, മാംഗോ, ബനാന, ലെമൺ. ഓക്കെ. വെജിറ്റബിൾസിലോ? ക്യാരറ്റ് ഏത് കളറാണ്? ഓറഞ്ച്. കുക്കുംബർ ഏത് കളർ? ഗ്രീൻ. CDS സ്റ്റോളിൽ ഇന്ന് വിബ്ജിയോർ തീമിലുള്ള ഫുഡാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാനാണ് ഞാനും മോളും ഇന്ന് പോകുന്നത്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസ് ഉൾപ്പെടുന്ന ICDS ടീമിൻ്റെ 2ാമത്തെ സ്റ്റോൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ന്യൂട്രീഷൻ ഫോക്കസ് ചെയ്തിട്ടാണ്. അതിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ കളറിലാണ് നമ്മൾ ന്യൂട്രീഷൻ കൊടുത്തിരിക്കുന്നത്. എക്സിബിഷന് പ്ലാൻ ചെയ്തിരിക്കുന്നത് വിബ്ജിയോർ എന്ന് പറയുന്ന കളറിൽ എങ്ങനെയായിരിക്കണം ജനങ്ങളിൽ നമ്മുടെ അംഗൻവാടിയുമായി ടൈപ്പ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്റ്റോളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ വൈറ്റ് എന്ന് പറയുന്ന കളറിൽ, കാരണം വൈറ്റ് എന്ന് പറയുന്ന കളറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതൽ നമ്മൾക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഒരുപാട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വൈറ്റ് കളറിലുണ്ട്. അപ്പം ആ മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടി 1ാമത്തെ ദിവസം നമ്മൾ വൈറ്റ് കളർ എന്ന് പറയുന്ന തീം ചെയ്യുകയും 2 മുതൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള രീതിയിലേക്കും ലാസ്റ്റ് ദിവസം വിബ്ജിയോർ കളറിലും മാത്രം. ചീര, ഇത് ചെമ്പരത്തി ജ്യൂസാണ്. ചെമ്പരത്തി പൂ അരച്ചിട്ടുള്ള ഇത് ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ജ്യൂസ്. ഇതോ റെഡ് ഫ്രൈഡ് റൈസ്, കപ്പ
പപ്പടം